ഈശ്വർ ടെലിഫോൺ ലൈനുണ്ട്. രാഹുൽ, ഇപ്പോൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വാർത്ത താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബാലുവിന് നിയമനം കിട്ടി, ടെസ്റ്റൊക്കെ എഴുതി പാസ്സായാണ് കഴക ജോലിക്ക് ബാലു എന്ന യുവാവ് അദ്ദേഹം അർഹനാണ് എന്ന വാർത്ത അത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പുറത്തു വന്നതാണ്. പക്ഷേ അന്ന് മുതൽ തുടങ്ങിയ തന്ത്രിമാരുടെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തെ തുടർന്നിപ്പോൾ ഞാൻ രാഹുലിലേക്ക് എത്താം. ഈ വിഷയത്തിൽ ബാലുവിൻ്റെ പ്രതികരണമുണ്ട്. ആ പ്രതികരണത്തിലേക്ക് വന്നിട്ട് ഞാൻ രാഹുലിലേക്ക് വരാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകമാണ്. KDRB വഴി അപ്പോയിൻ്റ് ചെയ്ത വിഭവമാണ്. അപ്പോൾ ചന്ദ്രദേശൻ്റെ തിരുസന്നിധിയിൽ മാല കെട്ടാൻ കിട്ടിയൊരു അവസരം എൻ്റെ മുൻജന്മ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇതിന് മുൻപെടുത്ത പ്രതികരണമാണ്. ഇതൊരു മഹാഭാഗ്യം എന്നാണ് ബാലു പറയുന്നത്. പക്ഷേ ആ ഭാഗ്യമെല്ലാം പോയി മറഞ്ഞിരിക്കുന്നു എന്നതാണ്. രാഹുൽ, ഇപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ തന്ത്രിമാരുടെ പ്രതിഷേധം ഒടുവിൽ ദേവസ്വം ബോർഡിന് വഴങ്ങേണ്ടി വന്നു. നമ്മളൊക്കെ ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്നു എന്ന ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ചു പോവുകയാണ് രാഹുൽ. അനുജ മാഡം, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യം ബാലു അടക്കമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും വിഷമവും വേദനയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ അവരോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്നു. അവർക്കുണ്ടായ വേദന നമുക്ക് എല്ലാവരുടെയും വേദനയാണ്. രണ്ട്, ഇതൊരു സെൻസിറ്റീവ് വിഷയമാണ്. തീർച്ചയായിട്ടും ബാലുവിനൊപ്പം തന്നെ നമ്മൾ എല്ലാം നിൽക്കണം. എന്നാൽ അതോടൊപ്പം ഒരു സമവായത്തിന്റെ സാധ്യതകളും നോക്കണം. അതായത് ഒരു അമ്പലത്തിനുള്ളിൽ തന്ത്രിയാണ് ആചാരപരമായ കാര്യങ്ങളുടെ അവസാന വാക്ക്. ഇത് വേണമെങ്കിൽ നമുക്ക് തർക്കിക്കാം, അപ്പോയിന്റ്മെന്റ് ആണ്, ആചാരമാണെന്നൊക്കെ. അവിടെ ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത് ഹിന്ദു സംഘടനകളെ, തന്ത്രിയെ, ബാലുവിനെ അടക്കം വിളിച്ച് ഒരു സമവായ ശ്രമത്തിലൂടെ ഈ വിഷയത്തിന് പരിഹാരം കാണാനാണ്. നമ്മുടെ ചരിത്രത്തിലുള്ള ഈ പ്രശ്നങ്ങൾക്കെല്ലാം വൈക്കം സത്യാഗ്രഹത്തിനടക്കം, പ്രത്യേകിച്ച് ഈ മാർച്ച് 12-നാണ് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ കാണാൻ പറ്റുന്നത്. അതിന്റെയൊക്കെ പശ്ചാത്തലം സമവായമാണ്, സമന്വയമാണ്. അതിന്റെയൊക്കെ 100ാം വാർഷികം നമ്മൾ ആഘോഷിക്കാൻ പോകുമ്പോഴാണ് ഈ കൂടൽമാണിക്യ ക്ഷേത്രം പോലെ ഇത്ര പുരാതനമായ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത്. നാണക്കേടുണ്ടാക്കുന്നതല്ലേ രാഹുൽ? കൂടൽമാണിക്യം താങ്കൾ ഇപ്പോഴും സമവായത്തിന്റെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത്, കൂടൽമാണിക്യം നമ്മുടെ അഭിമാനമാണ്. കൂടൽമാണിക്യം വളരെ ചരിത്രമുള്ള, താന്ത്രിക പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. അവിടുത്തെ തന്ത്രി മുഖ്യന്മാരെ എല്ലാം അറിയാവുന്നതാണ്, കുടുംബപരമായ ബന്ധമൊക്കെ ഉള്ളതാണ്. പക്ഷേ അവരെ കൂടെ ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധാരണയോ പരസ്പരം ഈഗോ ട്രബിളോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അധികാരമിടപെടിയോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റി ഒരു സമവായത്തിന്റെ പാതയിൽ പോകണം. ഞാൻ മനസ്സിലാകുന്നത് ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണ് ബാലു. അപ്പോ ബാലു അടക്കമുള്ളവരെ കലകമായി കൊണ്ടുവരുന്നതിന് ബാലു തന്നെ ഭാഗ്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അവിടെയാണ് ദേവസ്വം ബോർഡ് ഒരു സമവായത്തിന്റെ പാത നോക്കണം. ഈ സമവായം നോക്കിയില്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ ശബരിമലയിൽ ബ്രാഹ്മണ്യാർജിത ശാന്തി, വ്യത്യസ്ത പൂജാ വിധികളിൽ നിന്നുള്ള ശാന്തി കൊണ്ടുവരാൻ ഞങ്ങളെല്ലാം ശ്രമിച്ചിരുന്നു. അവസാനം ഹൈക്കോടതി പോലും ടെക്നിക്കാലിറ്റി നോക്കിയിട്ട് അത് വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു പരിവർത്തനം ഉണ്ടാവണമെങ്കിൽ സമവായം ആവശ്യമാണ്. നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കണം, ഈ വിഷയങ്ങളിൽ ചർച്ച ഉണ്ടാകണം. എന്തൊക്കെ പറഞ്ഞാലും ഇന്നും നമ്മുടെ ഉള്ളിൽ ജാതീയത പല സ്ഥലങ്ങളിലും ഒരു പക്ഷമായിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. നമ്മളിപ്പം വെളിയിൽ പറയില്ല, അത് ഉള്ളിലേക്ക് മറച്ചു വെക്കുന്നു എന്നല്ലാതെ പൂർണ്ണമായും നമ്മളത് ഇത് മുക്തമായിട്ടില്ല, അത് സത്യമാണ്. രാഹുൽ, ഇതിൽ ഈ 6 തന്ത്രിമാർ ചേർന്ന് ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ക്ഷേത്രത്തിൽ നടന്നു. താമ്പൂല പ്രശ്നത്തിനും തന്ത്രിമാരുടെ അഭിപ്രായങ്ങൾക്കും എതിരാണ് ഈ തീരുമാനം. മാറ്റമുണ്ടാകും വരെ ക്ഷേത്രത്തിലെ ഒരു ക്രിയകളും ചെയ്യില്ല. ഇതൊരു ഭീഷണിയല്ലേ രാഹുൽ? അവിടെയാണ് തന്ത്രിമാരടക്കം ഈ പലരും നമ്പൂതിരിമാരും ബ്രാഹ്മണരുമാണ്. അവരും ആരോടും അടികൂടാൻ പോകുന്നവരല്ല. ഏതെങ്കിലും രീതിയിൽ അവരെ വിശ്വാസത്തിലെടുക്കാതെയൊക്കെ ചെയ്തുകൊണ്ടുകൂടി ആയിരിക്കാം ഇത്. അപ്പൊ അവിടെയാണ് നമ്മുടെ തന്ത്രിമുഖ്യന്മാരെ വിളിക്കുകയും കൂടൽമാണിക്യത്തിന് വലിയൊരു ലെഗസി ഉള്ളതാണ്. നമ്മുടെ മന്ത്രിമാരും ദേവസ്വം വകുപ്പും അടക്കം അവിടെ ഇടപെടുകയും സംസാരിക്കുകയും പരിഹരിക്കുകയും വേണം. അപ്പൊ യദു എന്ന നമ്മുടെ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വന്ന പൂജാരി വന്നപ്പോൾ ഞങ്ങൾ എല്ലാം സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ ബ്രാഹ്മണരിലെ ഒരു വിഭാഗം അവരെ എതിർക്കുകയുണ്ടായി. ഞങ്ങളടക്കം പേഴ്സണലി പോയി സംസാരിച്ച് അങ്ങനെയല്ല, യദു നമ്മുടെ അഭിമാനമാണ്, അങ്ങനെ വേണം. കാര്യം നമ്മുടെ ഭാരതകേസരി മണ്ഡലത്തിൽ ഇവിടെ ഈ തന്ത്രിമാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെ താങ്കൾ എതിർക്കുന്നുണ്ട്. ഇവിടെയാണ് സമവായമാണ് വേണ്ടത്. തന്ത്രിമാരുടെ ഭാഗം കൂടി കേട്ട്, പലപ്പോഴും ഞാൻ ഇതായിട്ട് പറയുകയല്ല, തന്ത്രിമാർക്ക് പലപ്പോഴും ഉള്ളൊരു ചിന്ത, ഞങ്ങൾ പറയുന്നത് പൊതുസമൂഹം കേൾക്കുന്നില്ല, ഞങ്ങൾ പറയുന്നതിനെ ഏകപക്ഷീയമായി സവർണം ആഡംബരമായി കാണുന്നു, ഞങ്ങൾ പറയുന്നതിനെ എല്ലാം ഈ ബ്രാഹ്മണരുടെ ധാർഷ്ട്യമായി കാണുന്നു എന്നൊരു വിചാരം തന്ത്രിമാർക്ക് പലപ്പോഴും ഉണ്ട്. അവിടെയാണ് സമവായത്തിന്റെ പാത സ്വീകരിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ഇമ്മീഡിയറ്റ്ലി വിളിക്കാമല്ലോ, തന്ത്രിമാരെയും ബാലുവിനെയും ദേവസ്വത്തിന്റെ മെമ്പേഴ്സിനെയും വിളിക്കുകയും. അല്ല, ഇത് പരീക്ഷയൊക്കെ പാസ്സായി, ദേവസ്വം ബോർഡിന്റെ തന്നെ റിക്രൂട്ട്മെന്റ് പരീക്ഷയൊക്കെ പാസ്സായി വന്നയാളാണ് ബാലു. ഇനി ഇതിൽ എന്ത് സമവായത്തെ കുറിച്ചാണ് പറയുന്നത്? അതൊക്കെ അറിയാവുന്നതാണല്ലോ ഈ തന്ത്രിമാർക്കും.
അല്ല ടെക്നിക്കാലിറ്റി അല്ല, സാങ്കേതികത്വത്തിൽ ഈ കാര്യം നിൽക്കില്ല. അതായത് അമ്പലത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങളിൽ പ്രാധാന്യമുണ്ട്, അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ ദേവസ്വത്തിന് പ്രാധാന്യമുണ്ട്, അതിന്റെ ബാക്കിയുള്ള നടത്തിപ്പിന് കോടതികൾക്ക് പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരുപാട് പവർ സെന്റേഴ്സ് ഉണ്ട്. ഇവരെ ഇതൊക്കെ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഇപ്പോഴും നമ്മളുടെ മനസ്സിലൊക്കെ എത്രത്തോളം രൂഢമൂലമാണ് ജാതി ചിന്ത എന്നതിന് കൂടി ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമല്ലേ ഈ കൂടൽമാണിക്യത്തിൽ സംഭവിച്ചത് രാഹുൽ? അതിനെ അതിജീവിക്കാൻ, അതായത് ഒരു നൂറ്റാണ്ട് മുമ്പ് മാർച്ച് 12-ന് ശ്രീനാരായണ ഗുരുദേവൻ ഗാന്ധിജിയോട് പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. മഹാത്മജി അങ്ങ് ഒരിക്കൽ കൂടി അവതരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരിക്കൽ കൂടി ജയിക്കേണ്ടി വരും ഈ പ്രശ്നങ്ങൾ മാറ്റാൻ. ഒരു നൂറ്റാണ്ട് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ അത് വെളിയിൽ അധികം വരാറില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ ഉള്ളിൽ കിടക്കുന്ന ഈ ജാതീയതയെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. വിവേകാനന്ദൻ ഈ ജാതീയത ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഭ്രാന്താണ്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത്. പക്ഷേ തന്ത്രിമാരെയും കൂടെ കേട്ട് അവരെ കൂടെ വിശ്വാസത്തിലെടുത്ത് ഇണ്ടന്തുരുത്തി മനയിലെ നമ്പൂതിരിയെ കാണാൻ രാഷ്ട്രപിതാവായ ലോകഗുരുവായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ആലോചിച്ച് നോക്കണം, മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ, യുഗപുരുഷനായ മനുഷ്യൻ, എന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു പോയി സംസാരിച്ച് ശരിയാക്കുന്ന ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ആരും ഇതിൽ ഈഗോ വിചാരിക്കരുത്. തന്ത്രിമാരെ വിശ്വാസത്തിലെടുക്കണം, അവരുടെ വികാരങ്ങൾ നിർത്തിയരുത്. ബാലുവിന് വിഷമം ഉണ്ടെങ്കിൽ അത് നമ്മൾ അക്നോളജ് ചെയ്യണം. നമുക്ക് യഥാർത്ഥത്തിൽ ഈ കൺസെൻസസ് ബിൽഡേഴ്സ്, സമവായം സൃഷ്ടിക്കുന്ന ആൾക്കാരില്ലാതായി പോകുന്നതാണ് അമ്പലങ്ങളെ സംബന്ധിച്ച് വരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലും. ആ സമവായം സൃഷ്ടിക്കാനാകട്ടെ ഇത്തരം ചർച്ചകൾ ഉതകുന്നതെന്നുള്ളതാണ് പ്രാർത്ഥന. ശരി, വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിന്. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിന്നാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നത്. കഴകം ജോലിക്ക് നിയമിച്ച ഈഴവ സമുദായാംഗത്തെ മാറ്റി നിർത്തി. അദ്ദേഹം പരീക്ഷ പാസ്സായി ജോലിക്ക് നിയമിതനായ ആൾ കൂടിയായിരുന്നു. പക്ഷേ ബാലു എന്ന തിരുവനന്തപുരം സ്വദേശിയായ യുവാവിന് തന്ത്രിമാരുടെ നിലപാട്, കടുപ്പിച്ച നിലപാടിനെ തുടർന്ന് അദ്ദേഹത്തിന് ആ ജോലിയിൽ തുടരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഓഫീസ് അറ്റൻഡറായി പിന്നീട് ദേവസ്വം മാറ്റുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ദീർഘകാല അവധിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. തന്ത്രിമാരുടെ ഭീഷണിയായിരുന്നു, ഒരു ജോലിയും തങ്ങൾ ചെയ്യില്ല ഇദ്ദേഹം അവിടെ കഴകം ജോലി ചെയ്യുകയാണെങ്കിൽ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു എന്ന വിവരം, അതിലുള്ള രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം തേടുകയായിരുന്നു നമ്മൾ.